അമ്പിളിക്കുട്ട മഹാരാജാവിതാ സിംഹാസനത്തിൽ ആസനസനായിരിക്കുന്നു. നൃത്തം തുടങ്ങട്ടെ. ആരെവിടെ? ഞാൻ ഇവിടെ. രാജാവിരുന്ന സിംഹാസനത്തിൽ കയറി അമ്പിളിക്കുട്ട മഹാരാജാവെന്ന്. പണിയും ചെയ്യില്ല, താമസിച്ച് പണിക്കും വന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് പണി തീർത്തോടെ ഇറങ്ങേണ്ടതാണ്. അറിയാല്ല കണ്ടറാകൻ തോന്നി ഈ ഭൂമിക്ക് കാറ്റ് പിടിച്ചോണ്ട് നടക്കുന്നത്. നോക്കാ പണിക്കുറ്റം നോക്കി ക്ലിയർ ചെയ്യണം. എന്താ താമസിച്ചത്? വീട്ടിലൊരു ചെറിയ പ്രശ്നം. ഞാനും ഭാര്യയായിട്ട് അവൾ ഒരു പണിയും ചെയ്യത്തില്ലെന്ന്. 24 മണിക്കൂറും ചുമ്മാ വീടിന്റെ തിണ്ണെ കുത്തിയിരിക്കും. അതിന് ഞാൻ അവളെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു അവൾ ഒരു പണിയും ചെയ്യുന്നില്ല. അത് മോശമായി പോട്ടാ. ഭാര്യ പണി ചെയ്യുന്നില്ല അവളെ വീട്ടിൽ വിളിച്ച് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. കണ്ടറാകൻ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെ വീട്ടിലൊരു മിക്സി വർക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതുണ്ടാക്കിയ കമ്പനിയെ വിളിച്ചു പറയും. ഞാനും അത്രേ ചെയ്തുള്ളൂ. ശരി തന്നെ, കറക്റ്റ് തന്നെ. അവര് പണിയൊക്കെ ചെയ്യ് കൃത്യമായിട്ടേ. ഇവിടത്തെ പണിയൊന്നും കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലല്ലേടേ. അമ്പിളിക്കുട്ടാ, ഓ ഇവിടെ പേപ്പർ ഇടണം കേട്ടോ. എന്താ പേപ്പർ ഇടണം? പറയണ്ടേ അതൊക്കെ. പത്രം എവിടെ കാണിക്കണത്? പേപ്പർ ഇടാൻ പറഞ്ഞു. ഇതാണോ പേപ്പർ? അല്ലേ ഇതാ പേപ്പർ. ഒരു ജോലിയും ചെയ്യത്തില്ല കൃത്യമായിട്ട്. ഇത്രയും വർഷമായിട്ട് ഒന്നും അറിയത്തില്ല. എടാ എന്തെങ്കിലും ചെയ്യടാ. ഞാൻ തേക്കട്ടാ? ഇന്നലെ പണിക്ക് വരാന്ന് പറഞ്ഞിട്ട് വന്നായിരുന്ന? അപ്പൊ തേച്ചതല്ലേ, ഇന്നും തേക്കണോ? നീ അതൊന്നും ചെയ്യണം. നീ വേറെ ഏതെങ്കിലും കാര്യം. അവിടെയൊക്കെ പൊടിയൊക്കെ അടിക്കാനുണ്ട്. മാറാല അടിക്കണം. മാറാല അടിക്കണമെന്ന്. മാറാലയൊക്കെ അടിക്കാം. അതിന് മുമ്പേ രണ്ടെണ്ണം അടിച്ചാൽ നല്ല രസമായിരിക്കും. വിചാരം മാത്രമേ ഉള്ളല്ലേ. എടാ നിന്റെ മദ്യപാനം നിർത്താൻ വേണ്ടിട്ടല്ല പത്രത്തിൽ പരസ്യം കണ്ടെടുത്ത് ഇല്ലാത്ത കാശ് മുടക്കി നിന്റെ ഭാര്യ ഉണ്ടാക്കിയത്. എന്നിട്ട് നീ മദ്യപാനം നിർത്തിയ? 10 ദിവസം ഞാൻ അവിടെ കിടന്നു. അത് എന്റെ കുറ്റമല്ല. പത്രത്തിലെ പരസ്യം എന്തുവായിരുന്നു? മദ്യപാനി അറിയാതെ എങ്ങനെ കുടി നിർത്താം? ഒന്നുകൂടെ പറഞ്ഞേ. മദ്യപാനി അറിയാതെ എങ്ങനെ കുടി നിർത്താം? ഞാൻ അറിയണ്ടേ ഞാൻ കുടി നിർത്തിയ കാര്യം? ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന്. ഞാൻ ഇപ്പോഴും കുടിച്ചോണ്ട് നടക്കുക. ഓരോ കാരണങ്ങൾ കണ്ടെത്തി വെച്ചിരിക്കുന്നത്. പോയി മാറാലടി എടുത്ത് പോ. ഒരു കാര്യം ചെയ്യ്, മാറാലടിക്കും മുമ്പേ ഈ ആണി എടുത്ത് അവിടെ സൈഡിൽ അടിച്ചിട്ട് താഴെ കിടക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് തൂക്ക്. ഏതാണി? ഈ ആണി. ആണി ജെട്ടിയിൽ വെള്ളം കയറി 3 പേർ മുങ്ങി മരിച്ചു. 3 ചത്താ? എറണാകുളം പോട്ട് ജെട്ടിയിൽ വെള്ളം കയറി 3 പേര് മരിച്ചു. വഹിച്ചോണ്ട് നിക്കണ്ട, ആണി എടുത്തടി. എവരില് ചുറ്റിക. കണ്ടറാകെ മണ്ടന്മാര് ആണി തലയിരിച്ചുണ്ടാക്കി വെച്ചേക്കുന്നു. ഇതേ ഇവിടുന്ന് അങ്ങോട്ടടിക്കുന്ന ആണിയല്ല, അപ്പുറത്തെ ചവിരുന്ന് ഇങ്ങോട്ടടിക്കുന്ന ആണിയാ. ആണി തലയിരിച്ച് വെച്ചിട്ട് നീ ഒന്നും ചെയ്യണ്ട. നീ പോയി മാറാലടിച്ചാ മതി. മാറാലടി ചെല്ല് ചെല്ല് പോ. ഒരു പണി പോലും കൃത്യമായിട്ട് ചെയ്യാൻ അറിഞ്ഞൂടാ. ഇന്നെങ്കിലും ഇവിടെ നിന്ന് പണി തീർത്ത് നേരത്തെ പോവേണ്ടതാണ്. ഈ തമ്പുരാട്ടി അറിഞ്ഞൂടെ? ഇല്ല. ഇതാണ് കോമഡിപുരം ഭരിച്ചിരുന്ന വേദത്തമ്പുരാട്ടി. ഭയങ്കര സുന്ദരിയാണ്. അയ്യോ എന്തൊരു റൗഡി. റൗഡിയാ? പൗഡറാ? എടാ പ്രൗഡി. നാട്ടുകാർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ആരെ കണ്ടാലും ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ കെട്ടിപ്പിടിക്കൂടാ. എന്തിന്? ചുമ്മാ തേരാ ഫ്രണ്ട് കൂടെ അടക്കം കെട്ടിപ്പിടിച്ചാലാ. നമ്മളെ സമയം കൊള്ളെങ്കിൽ കൊട്ടാരം നമ്മളെ ഇരിക്കുന്നു. എന്ന് ഗാനികേട് പറ്റിയ ആള് പോയി പണിയായി ചെല്ല്. ഞാൻ പറഞ്ഞു ചെയ്യിപ്പിക്കണം. ഇതറിഞ്ഞൂടെ? ഇതാണ് വെകിളിപുരം മൂലം തിരുനാൾ അഖിൽ വലിയ കോയി തമ്പുരാൻ. വെകിളിപുരം എന്തോന്ന്? അതവന്റെ സ്വഭാവം. മൂലം തിരുനാൾ പണ്ടുള്ള രാജാക്കന്മാർക്കെല്ലാം അവരുടെ നക്ഷത്രമാണ് പേരിന്റെ കൂടെ ചേർക്കും. അതുകൊണ്ടാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ രാജാവിന്റെ കാര്യത്തിൽ കറക്റ്റ് ആയിരുന്നു കേട്ടാ. ഈ പറഞ്ഞ നക്ഷത്രത്തിൽ ചൊറിച്ചിലുള്ളതുകൊണ്ട് അത് വെച്ച് അടങ്ങി ഒരിടത്തും ഇരുന്നിട്ടില്ല. ഭയങ്കര ചാട്ടം പോലെ. ഇവിടുത്തെ പൊട്ടക്കനിൽ എത്ര പ്രാവശ്യം ചാടി കാലൊടിഞ്ഞിട്ടാണെന്ന് അറിയാമോ? എന്റെ നാളും മൂലം ആണല്ലേ? കണ്ടാക്കിന്റെ എന്റേത് ചതയം. കറക്റ്റ് തന്നെ. നീ മൂലം ഞാൻ ചതയും. ഉള്ള കാര്യം തന്നെ. എടേ ഈ വലിയ പോയി തമ്പുരുണ്ടല്ലോ അഖിൽ, ഭയങ്കര പ്രശ്നമായിരുന്നു. ഇവിടത്തെ തോഴിമാർക്ക് നടക്കാൻ പറ്റില്ല. അതിന്റെ പുറകെ പ്ലാഞ്ചി എപ്പോഴും നടക്കും. പേരെന്തോന്ന്? വലിയ കോയി തമ്പുരാൻ. അത് മാറ്റണം. പിന്നെ ചെറിയ കാടക്കോഴി തമ്പുരാൻ. എന്താണ്? ചുമ്മാ രസം. നീ അവിടെ അത്രയും സമയം കൂടെ കളയണല്ലോ. പോടാൻ പറ്റും. ഓരോന്നും ചോദിച്ചോണ്ട് നിൽക്കും. ഏത് പണി സെറ്റ് വന്നാലും കറക്റ്റായിട്ട് പണി ചെയ്യില്ല. ഇതാര് കണ്ടാക്കിയത്? എടാ ഇതാണ് നോബി തമ്പുരാൻ. അറിയാമോ? ഭയങ്കര കോമഡിയാണ്. നാട്ടുകാർ ഓരോന്നും പറഞ്ഞ് കളിയാക്കും. നാട്ടിൽ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പോയി ആൾക്കാരെ കളിയാക്കിക്കൊണ്ടിരിക്കൂടാ. അപ്പൊ പല്ലക്ക നാട്ടുകാർ അടിച്ചിളയിക്കാണ്. സ്വഭാവം. രാജാവല്ലേ നടന്നുകൊണ്ടല്ലോ പല്ലക്കില്ലോ. ആ പല്ലക്ക് അത് ഇവിടെ ഉണ്ട്. അത് പറഞ്ഞു തന്നെ. അത് പെയിന്റ് അടിക്കണം കേട്ടോ. ഓ
ഈ തമ്പുരാനെ കുറിച്ച് പഠിക്കാനൊക്കെ നീ ഉണ്ടായിരുന്നു. എവിടെ പഠിച്ച സ്കൂളിലാ? പിന്നെ ആ. ഈ തമ്പുരാൻ ഒരു റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോയപ്പം ആ. അങ്കമ്പാടിയുടെ മുറ്റത്തിരുന്ന ഒരു കൊച്ചി ഇറക്കി ആ. അവരിങ്ങനെ അവലോസ് കൂടി ഇരുന്നു. ഈ തമ്പുരാൻ ചോദിച്ചു തിരിഞ്ഞോടോന്ന്. ചെറുക്കൻ പറഞ്ഞ് തരൂല്ലെന്ന്. എന്നിട്ട് 2 സ്പൂൺ അവലോസ് കുടിക്ക് വേണ്ടി രാജ്യത്തിന്റെ പകുതി എഴുതി ആ ചെറുക്കന് കൊടുത്തു. അച്ഛൻ തമ്പുരാൻ ചവിട്ടി എടുത്ത് വെളി കളഞ്ഞില്ലേ. നീ എങ്ങനെ ജീവിച്ചത്? പിന്നെ വെഞ്ഞാറമ്മൂട് മണിക്കൂട്ടന്റെ മറ്റേ നാടൻപാട്ട് ഗ്രൂപ്പിൽ ചക്കിപ്പെരുന്നാട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. എങ്ങനെയാലും ജീവിച്ചു പോയല്ല. ഈ തമ്പുരാന്റെ അച്ഛൻ തമ്പുരാൻ ഉണ്ടല്ലോ, കുതിര സവാരിയിലും എടുക്കാനാ അറിയാം. ആ തമ്പുരാന് ഫേമസ് ആണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ തമ്പുരാനെ കണക്കല്ല. ഈ തമ്പുരാൻ ശരീരമൊക്കെ ഇല്ല, ശരീരമൊക്കെ ഉണ്ട്. മറ്റേത് അസ്ഥി കൂടെ കണക്കിരിക്കുകയാണ്. അസ്ഥി പഞ്ചരം. അസ്ഥി പഞ്ചരം. അത് തന്നെ. പക്ഷെ കുതിര സവാരിയിൽ കേമനായിരുന്നു. ആണല്ലേ? കുതിര സ്പീഡിൽ ഓടിക്കും. അത് ശരി. അങ്ങനെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പുള്ളി കുതിര സവാരി നടത്തി. എന്നിട്ട് കുതിര തിരിച്ച് കൊട്ടാരത്തിൽ എത്തി. അപ്പൊ തമ്പുരാനാ അസ്ഥി കൂടെ കണക്കിരിക്കില്ലേ, വായിൽ ഒരഞ്ഞു തീർന്നു പോയി. പാവം. എന്നാലും ആചാന ബാഹു നെല്ലി പൊടി തൊടാ. പൊടിത്തൊടയൊന്നും ആയിരിക്കില്ല, ഇതല്ലേ വലിയ തൊടയായിരിക്കും. അതല്ല, പൊടി തുടച്ച് വൃത്തിയാക്കാൻ. അയ്യോ ഇതാണ് എലീന തമ്പുരാട്ടി. ഈ തമ്പുരാട്ടിക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു ഈ അഖിൽ തമ്പുരാനുമായിട്ട്. അതുകൊണ്ട് വീട്ടിന്റെ പടിക്കല് പോലും കാല് കുത്താൻ ഗോപി തമ്പുരാൻ സമ്മതിച്ചിട്ടില്ല. പിന്നെ ഭയങ്കര വാൾപ്പയറ്റില് ക്യാമിയായിരുന്നു. അതെനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ താക്കോട്ട് പോയിട്ട് എന്തായാലും ഒരു കല്യാണം നടത്താൻ സമ്മതിക്കാത്ത കാര്യം എന്നറിയാമോ? ഈ അഖിൽ തമ്പുരാന്റെ നാളും ഈ എലീന തമ്പുരാട്ടിയുടെ നാളും തമ്മിൽ ചേരുന്നില്ല. അതെന്ത്? അഖിൽ തമ്പുരാൻ മൂലം, ഈ എലീന തമ്പുരാട്ടി ഭരണി. മൂലത്തിൽ ഭരണി പറ്റുമോ? അഖിൽ തമ്പുരാന്റെ മൂലമല്ലേ ഭരണി പറ്റൂല, ചെറിയൊരു വട്ടപാത്രം ഉണങ്ങി ചൂട്ടാ. അതായിരിക്കും. എന്ത് ചെയ്യാൻ, എന്തായാലും കല്യാണം നടന്നില്ല. ആ സങ്കടത്തിന് എലീന തമ്പുരാട്ടി എവിടെയാ പോയി ആത്മഹത്യ ചെയ്ത്. ആത്മഹത്യ ചെയ്ത് മാത്രോ 7-ാം ദിവസം രക്തയക്ഷിയായിട്ട് ഗോപി തമ്പുരാന്റെ കിടപ്പറയിൽ വരെ ചെന്ന് കയറിയത്രേ. ഗോപി തമ്പുരാൻ പിന്നെ എന്താ മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഇവിടുത്തെ തെക്കിനി ലാഭാഗിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് കേൾവിയാണേ, നമുക്കറിയില്ല നടന്നോ ഇല്ലേ. ചേച്ചി ഉണ്ണിത്താ ചേട്ടൻ വല്ലോ പറഞ്ഞോ? ഏത് വാസർ ചേച്ചി? ഉണ്ണിത്താ ചേട്ടൻ വല്ലോ പറഞ്ഞോ? ഏത് ഉണ്ണിത്താൻ ചേട്ടൻ? അല്ല, നിങ്ങൾ മണിച്ചിടത്താലെ KPSL എത്തിക്കുമ്പോ ഞാൻ അറ്റ്ലീസ്റ്റ് അതിനകത്ത് ഗണേഷ് കുമാറെങ്കിലും ആവണ്ടേ. സമ്മതിക്കൂലെന്ന് പറഞ്ഞു. പണിയേ ഇതാരത്? ഇത് ഡയാന തമ്പുരാട്ടി. ലണ്ടനിലെ റാണിയാ ഡയാനെ. ഡയാന രാജകുമാരി. ഡയാന രാജകുമാരി ആളും പിടിക്കാണ് കേട്ടോ. അച്ഛൻ തമ്പുരാന് ഡയാന തമ്പുരാട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഡയാന തമ്പുരാട്ടിയുടെ കല്യാണം കെങ്കേമമായിരുന്നു. നാട് മൊത്തം അറിഞ്ഞില്ലേ? എടാ, കല്യാണ മണ്ഡപത്തില് രത്നങ്ങളും വൈരങ്ങളും പതിപ്പിച്ച ഓരോ ഇരിപ്പിടങ്ങൾ. കല്യാണത്തിന് വന്നവർക്ക് എല്ലാവർക്കും 1001 പൊൻപണം വീതം കൊടുത്തു. 8 കൂട്ടം പ്രഥമൻ കൂട്ടി ഒരു സദ്യയും. കെങ്കേമായിരുന്നില്ലേ കല്യാണം? ഓടികൾ പൊടിച്ചാണോ? പിന്നല്ലാതെ. എന്താണ് നീ ആലോചിക്കണത്? അല്ല, എന്റെ പെങ്ങളെ കല്യാണത്തിന് ഒരു ട്യൂബ് എത്താത്തതിന് ഞാനും ഉദയസവൻസിലെ മണിയനോട് അടികൂടി വയലിൽ വീണ് കാശിന്റെ ഹുങ്ക്. ഡയാന രാജകുമാരി കല്യാണം അല്ല, നിന്റെ വീട്ടിലെ പല കല്യാണം അല്ല അത്. അതിന്റെ ഹുങ്ക്. അടുത്ത ഇത് കൂടെ അടിക്കാം അല്ലേ? പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഡയാന തമ്പുരാട്ടിയെ ഞാൻ മറന്നുപോയതാണ്. മീൻകറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആർക്ക്? ഡയാന തമ്പുരാട്ടി. കൊട്ടാരത്ത് മീൻ കയറ്റുമോ? മീൻ കച്ചൂല, പക്ഷെ കുറെ വർഷം കഴിഞ്ഞാൽ പുനർജനിച്ചല്ലോ. ഇപ്പോഴും ആ മീനിനോടുള്ള ഇഷ്ടം തീർന്നിട്ടില്ല. എന്നിട്ട് ആ മീനിനെ തന്നെ കെട്ടി. അതേത് മീൻ? അത് കയറ്റി. ഈ തമ്പുരാട്ടി എനിക്കറിയാം, നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ശ്രീവിദ്യ തമ്പുരാട്ടി. എന്താണ് നീ പഠിച്ചത്? കൊട്ടാരത്തിൽ നിന്ന് വെളിയിറങ്ങിയിട്ടില്ല. 24 മണിക്കൂർ ഉറക്കമാണ്. അതുകൊണ്ട് ചരിത്രത്തിൽ പോലും ഇല്ല. കൊട്ടാരത്തിൽ നിന്ന് വെളിയിറക്കിയിരുന്നെങ്കിൽ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞു, ആ മണ്ടത്തരം ചരിത്രത്തിൽ വന്നേരം. അതുകൊണ്ടാണ് വെളിയിറക്കാത്തത്. ഏറ്റവും വലിയ മണ്ടത്തരം. നിങ്ങൾ പണിയുണ്ടല്ലോ ഈ പറ. ഇവിടെ കിടക്കുന്ന പണിയല്ലടാ. പിന്നെ കണ്ട്രാക്ക് ഒരു കാര്യം അറിഞ്ഞു. അല്ല, മറ്റേ കാര്യം അറിഞ്ഞോ? അത് പറഞ്ഞു. അതെങ്ങനെ അറിഞ്ഞു? നീ അതും പണഞ്ഞോണ്ട് ഇവിടെ ഒന്ന് സമയം കളയൂലേ. എന്തായാലും നല്ലതിനായിരിക്കില്ലല്ലോ, പോയി പണി ചെയ്താ അതൊക്കെ വൃത്തിയാക്കി വയ്ക്കും. അല്ല, ഇതേത് തമ്പുരാൻ? എന്തോന്ന്? പിന്നാമ്പുറത്ത് ടൈൽസ് ഇട്ട തമ്പുരാൻ. പിന്നാമ്പുറത്ത് ടൈൽസ് ഇട്ട തമ്പുരാനാ? ആ ടൈൽസ് അവിടെ ചാരി വെച്ചേക്കുന്നത്, അതിനെടുത്ത് മാറ്റിയിട്ട് പൊടിയടിയടേ. എത്ര പറഞ്ഞാൽ ഇത് ടൈൽസാ, ടൈൽസ് ഒട്ടിച്ചതല്ല. ഞാൻ പുറത്ത് ടൈൽസ് ഒട്ടിച്ചത്. എന്നാ പിന്നെ അതും കൂടെ അടിക്കട്ടാ? അതും കൂടെ അടി. അടിച്ചില്ല, പണി കഴിഞ്ഞിട്ടില്ലേ? പണി കഴിഞ്ഞ് ഇനി ഉണ്ടാ പണി? ഇന്ന് നൈറ്റ് ഉണ്ട്. നൈറ്റ് ഉണ്ടോ? ഓ, നൈറ്റ് ഉണ്ടല്ല, നൈറ്റ് ഉണ്ടെന്ന്. പെട്ടെന്നാവട്ടെ. ഓ, അടിച്ചോണ്ടിരിക്കാണ്. ഇതാരിത്? എന്നെ കണക്കിരിക്കുന്നു. ശരിയെന്നാ, ഈ തമ്പുരാനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഞാനും കേട്ടിട്ടില്ല. കറക്റ്റ് നീ എന്റെ. ആരിത്? ആരാണ് പുള്ളിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഇല്ല. പഠിക്കാനുണ്ടായിരുന്നല്ലോ. പിന്നെ ആരാണിത്? അതാണ് കിങ്ങിണിക്കുട്ടൻ. കിങ്ങിണിക്കുട്ടൻ പടത്തലവനായിരുന്നു കൊട്ടാരത്തില. പടം നയിച്ചിരുന്ന പടത്തലവൻ. അയാളെ കൂടെ തന്നെ എനിക്ക് 80 പേര് പടയാളികൾ ഉണ്ടായിരുന്നു. ആണല്ലേ? പുള്ളിയല്ല പടം നയിച്ചത്. ഒരു ദിവസം
പാളയം വളഞ്ഞ് ശത്രുക്കള് ആ ശത്രുക്കൾ പാളയം വളഞ്ഞ് മൊത്തം കുതിരപ്പട്ടാളം ആനപ്പട്ടാളമായിട്ട് പാളയം വളഞ്ഞ് അപ്പൊ ഇവൻ തരുന്ന ഈ കിങ്ങിണിക്കുട്ട 80 പേരെയും കൊണ്ട് പാളയല്ലേ വളഞ്ഞത് ബേക്കറി ജംഗ്ഷൻ വഴി തമ്പാൻ്റെ പോയി ഒളിച്ചിരുന്നു യുദ്ധത്തിനൊന്നല്ല ഒളിച്ചിരുന്നു അപ്പൊ രാത്രി മറ്റേ പാളയം വളഞ്ഞ് അങ്ങന്മാർ ഇങ്ങനെ നിറക്കിയുണ്ട് ശത്രുക്കള് അപ്പൊ ഇവന്മാർ ഇരുട്ടത്ത് പതുങ്ങിയിരിക്കണ്ടേ സൈലന്റ് ആവണ്ടേ അവന്മാർ അന്വേഷിച്ചോണ്ടിരിക്കല്ലേ തമ്പാൻ്റെ ഈ സമയത്ത് കുതിരപ്പട്ടാളം വന്ന വഴിക്ക് കടോ കടോ എന്നൊരു സൗണ്ട് അതെന്തായിരുന്നു ഒളിച്ചിരുന്ന് കിങ്ങിണിക്കുട്ട മുറുക്കിന്ന് തിരിച്ചു പോയവന്മാര് തിരിച്ചു വന്നിട്ട് ആ 80 എണ്ണത്തിനെ വെട്ടിപ്പിരുത്തിട്ടിട്ട് കിങ്ങിണിക്കുട്ടനെ കാലി തൂക്കി അവിടെ ഇട്ടിട്ട് അവന്മാരെല്ലാം അവിടെ പെട്ടെന്ന് പോയി അങ്ങനെ കണ്ടാണ് ഇപ്പൊ തീർന്നത് രാജ്യത്തിന്റെ സൈന്യം മൊത്തം അയ്യോ എന്റെ പൊന്നെ മനസ്സിലായ ഞങ്ങളെ പോലുള്ള ഒരു പണ്ടും ഉണ്ട് കണ്ടുണ്ട് ഇവിടെ അങ്ങ് തീർത്താല ഇവിടെ അങ്ങ് തീർക്കട്ടെ എന്തിന് എന്റെ മുറുക്കൊന്നും ഇല്ലല്ലോ ഇതുകൊണ്ടാണ് കണ്ട ഇവിടെ തീർത്തേ പറ്റുള്ളൂ ഇവിടെ എന്നെ എന്ത് ചെയ്താലും എന്റെ ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 അമ്മിളിക്കുട്ടന്മാർ ഇനിയും ഉയർത്തെഴുന്നേറ്റ് കൊണ്ടേയിരിക്കും. അതങ്ങനെ ലോകം അവസാനിക്കുന്നവരെ ഇതുപോലുള്ള അവതാരങ്ങളൊന്നും മനുഷ്യരെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. ആരെങ്കിലും വേണ്ടേ? ഇതാണ് കണ്ട്രാക്കെ പറയുന്നത്. കണ്ടക ശനി കൊണ്ടേ പോവും. കൊണ്ടാ കൊണ്ട് ഇനി പോവാല്ല. കണ്ട്രാക്കെ ഒരു കാര്യം മറന്നുപോയി. എടുത്തിട്ട് വാ. അതല്ലെന്ന് ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ബാക്കി കറക്റ്റ് ആയിരുന്നു. പിന്നെ നമുക്ക് ഒരു കവർ മുറുക്ക് അടിച്ച് അഖിലിന് കൊടുത്താലാ? ആരെങ്കിലും അടിച്ച് കൊല്ലട്ടെന്നാ.